ഹായ് ഫ്രണ്ട്സ്, നമസ്തേ. പ്രീമിസ് കിച്ചണിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പ്രീമിസ് കിച്ചണിൽ ഉണ്ടാക്കുന്നത് മുട്ടക്കറിയാണ്. ചപ്പാത്തിയുടെയും പൂരിയുടെയും കൂടെ മാത്രമല്ല, ചോറിൻ്റെയും നൂലപ്പത്തിൻ്റെയും കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന മുട്ടക്കറിയാണ് നമ്മളിന്ന് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ആദ്യം നമുക്ക് മുട്ടയൊന്ന് പുഴുങ്ങിയെടുക്കാം. 6 മുട്ടയാണ് കേട്ടോ നമ്മൾ പുഴുങ്ങുന്നത്. നമ്മൾ 6 മുട്ടയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് 1 സ്പൂൺ ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. മുട്ടയുടെ മീതെ വെള്ളം വരുന്ന രീതിയിൽ വെള്ളം ഒഴിച്ചു കൊടുക്കണം. 1 സ്പൂൺ ഉപ്പ് കൂടെ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മുട്ട പുഴുങ്ങുന്ന സമയത്ത് നമ്മൾ ഉപ്പ് ചേർത്താൽ മുട്ട പൊട്ടാതെ കിട്ടും. അതിന് വേണ്ടിയിട്ടാണ്. മുട്ട തിളച്ച് പുഴുങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്കത് മാറ്റി വയ്ക്കാം. ഇനി കറി വയ്ക്കാൻ ആവശ്യമായിട്ട് 2 സവാള ചെറുതായിട്ട് അരിഞ്ഞത്, 3 തക്കാളി അരിഞ്ഞത്, പച്ചമുളക് നെടുകെ കീറി വെച്ചതാണ്, അതും ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഒരു പാനിലേക്ക്. അടികട്ടിയുള്ള പാനായതുകൊണ്ട് തന്നെ അത് നല്ലതുപോലെ ചൂടായിട്ട് വന്നിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 സ്പൂൺ കടുക് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കടുക് ഇട്ട് കൊടുക്കുന്നത് വീഡിയോയിൽ വന്നിട്ടില്ല, എങ്കിലും കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കടുക് നല്ലതുപോലെ പൊട്ടി വന്നപ്പോൾ നമ്മൾ പച്ചമുളകും വെളുത്തുള്ളിയും ഇഞ്ചിയും ചേർത്ത് കൊടുത്ത് അതിന് കൂടെ സവാളയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി എല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. സവാള നല്ലതുപോലെ ഒന്ന് വഴന്ന് വരണം. നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുത്ത് തന്നെ വഴറ്റിയെടുക്കാം. ഇനി നമുക്ക് സവാളയിലേക്ക് 1 സ്പൂണ് ഉപ്പ് ചേർത്ത് കൊടുക്കാം. സവാളയിൽ ഉപ്പ് ചേർത്തിട്ട് വഴറ്റിയാൽ സവാള പെട്ടെന്ന് വഴന്ന് വരും. അതിന് വേണ്ടിയിട്ട് നമുക്ക് സവാള വഴറ്റുന്ന സമയത്ത് തന്നെ ഉപ്പ് ചേർത്ത് കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി അതിലേക്ക് നമുക്ക് 1 സ്പൂണ് മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. മഞ്ഞൾപ്പൊടിയും ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കറിവേപ്പില 2 തണ്ട് കറിവേപ്പിലയാണ് ചേർത്ത് കൊടുക്കുന്നത്. കറിവേപ്പില 2 തണ്ടോ 3 തണ്ടോ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. നമ്മുടെ വീട്ടിൽ തന്നെയുള്ള കറിവേപ്പിലയാണെങ്കിൽ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം കേട്ടോ. ഈ കറിവേപ്പിലയും ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1 സ്പൂണ് മുളക് പൊടി, 1 സ്പൂണ് മല്ലിപ്പൊടി, ഞാൻ 1 സ്പൂൺ മുളക് പൊടി ചേർക്കുന്നുള്ളൂ. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എരിവ് വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് മുളക് പൊടി ചേർക്കാവുന്നതാണ്. 1-2 സ്പൂൺ ചേർക്കാം. ഇനി അതിലേക്ക് നമുക്ക് 1 സ്പൂണ് കുരുമുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ചേർക്കുന്നത് ചിക്കൻ മസാല പൊടിയാണ്. നമ്മൾ വീട്ടിൽ തന്നെ പൊടിച്ചിട്ടുള്ള ചിക്കൻ മസാലയുടെ പൊടിയാണ്. അപ്പോൾ നമ്മൾ ഇനി ചിക്കൻ മസാല പൊടി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് പിന്നീടൊരു വീഡിയോയിൽ നമുക്ക് ചെയ്യാം. ഈ പൊടികളെല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് കരിയാതെ തന്നെ അതിൻ്റെ പച്ച മണമൊന്ന് മാറി വരുന്നതുവരെ നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. പൊടികളെല്ലാം നമ്മൾ ഇളക്കുന്ന സമയത്ത് അതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ചെയ്താൽ മതി. ഈ പൊടികളുടെ പച്ചമണമെല്ലാം മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളി നല്ലതുപോലെ ഒന്ന് വെന്ത് വരുന്നതുവരെ നമുക്കൊന്ന് ഇളക്കി വേവിച്ചെടുക്കാം. ഈ തക്കാളി നല്ലതുപോലെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. 1 ഗ്ലാസ് വെള്ളമാണ് ഞാൻ ചേർക്കുന്നത്. കുറേശ്ശെയായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് ഗ്രേവി നല്ലതുപോലെ ഒന്ന് ഇളക്കുക. അതിനുശേഷം നമുക്ക് ഗ്രേവിക്ക് വേണ്ടുന്ന വെള്ളം ഒഴിച്ചു കൊടുക്കുക. കുറച്ച് തിക്കായിരുന്നാലാണ് മുട്ടക്കറി ഒന്ന് നല്ല ടേസ്റ്റ് ആയിരിക്കുള്ളൂ. അപ്പോൾ നമുക്ക് അതിനനുസരിച്ചിട്ട് ഞാൻ 1 ഗ്ലാസ് വെള്ളമാണ് ചേർത്തിട്ടുള്ളത്. നിങ്ങൾക്കിനി ഗ്രേവി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള വെള്ളം ചേർത്തോളൂ. ഇനി നമുക്കിത് ഒന്ന് തിളയ്ക്കുന്നത് വരെ ഒന്ന് മൂടി വയ്ക്കാം. ഗ്രേവി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് മുട്ട ചേർത്ത് കൊടുക്കാം. ഇതെൻ്റെ ഓറിയോ ആണ്. എൻ്റെ പപ്പിക്കുട്ടിയാണ്. 2 മാസം പ്രായമേ ഉള്ളൂ. അവൾ മുട്ടയുടെ മണം കിട്ടിയിട്ടാണ് തോന്നുന്നു കുറേ നേരം അടുക്കളയിൽ വന്നിട്ട് എൻ്റെ പിന്നിൽ നിന്ന് മാറാതെ നിൽക്കുകയാണ്. മറ്റൊന്നാവുന്ന രീതിയിലെല്ലാം അവൾ അടുപ്പിന് മീതേക്ക് കയറാനൊക്കെ നോക്കുന്നുണ്ട്.
ഇത് നമ്മൾ മുട്ടയെല്ലാം പുഴുങ്ങിയ ശേഷം തോടെല്ലാം കളഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി അത് നമുക്ക് മുട്ടയൊന്ന് ചെറുതായിട്ട് ഇതുപോലെ വരഞ്ഞ് വെക്കാം. ചുറ്റും നമുക്കൊന്ന് വരയണം കേട്ടോ. ചെറുതായിട്ടൊന്ന് വരഞ്ഞ് വെച്ചാൽ മതി. എങ്കിലേ അതിലേക്ക് മുളകും ഉപ്പും എല്ലാം ഒന്ന് കയറാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ചുറ്റും ഈ മുട്ടയിൽ വരഞ്ഞ് വെക്കുന്നത് കൊണ്ട് തന്നെ എരിവും ഉപ്പും എല്ലാം നല്ലതുപോലെ ഒന്ന് പിടിക്കും. ഈ മുട്ടയെല്ലാം നമ്മൾ ഗ്രേവിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ നല്ലതുപോലെ ഒന്ന് ഇളക്കാം. ഗ്രേവിയെല്ലാം നല്ലതുപോലെ മുട്ടയിൽ പിടിക്കാൻ വേണ്ടിയിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി അതൊന്ന് 1 മിനിറ്റ് നേരം ഒന്ന് മൂടി വെച്ചൊന്ന് വേവിക്കാം. 1 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഒന്നുകൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള മല്ലിയില കൂടെ ചേർത്ത് കൊടുക്കാം. മല്ലിയില കൂടെ ചേർത്ത് ഒന്നുകൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇത്രയേ ഉള്ളൂ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള മുട്ടക്കറി റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാട്ടോ. ഇത് ചപ്പാത്തിയുടെയും പൂരിയുടെയും കൂടെയൊക്കെ കഴിക്കാം. മാത്രമല്ല ചോറിൻ്റെയും നൂലപ്പത്തിൻ്റെയും കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി മുട്ടക്കറിയാണ്. അപ്പോൾ വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ ആദ്യമായിട്ട് കാണുന്ന നമ്മുടെ കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടെ മറക്കരുത്.